നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എപെക്സ് നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്ത ഒരു സിനിമയാണ്. ചാർലീസ് തെറോൺ അഭിനയിച്ചിരിക്കുന്നു. ഏപ്രിൽ 24-ാം തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസ് ചെയ്ത സിനിമയിൽ ടാരോൺ എഗർട്ടൺ, എറിക് ബാന എന്നിവർ അഭിനയിച്ചിരിക്കുന്നു. ബൾട്ടാസുർ കോമാക്കൂർ സംവിധാനം ചെയ്ത സിനിമ ഒരു സർവൈവൽ ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിലാണ് വന്നിരിക്കുന്നത്. സിനിമ തുടങ്ങുന്നത് റോക്ക് ക്ലൈംബേഴ്സായ ഒരു ഹസ്ബൻഡും വൈഫും ഒരു റോക്ക് ക്ലൈംബിങ്ങിനിടയിലുള്ള ഒരു സംഭാഷണത്തിലൂടെയാണ് സിനിമ തുടങ്ങുന്നത്. അതിൽ സാഷയായിട്ട് ചാർലീസ് തെറോൺ അഭിനയിച്ചിരിക്കുന്നു. സാഷയുടെ ഹസ്ബൻഡായിട്ട് എറിക് ബാന അഭിനയിച്ചിരിക്കുന്നു. തുടർന്നുള്ള ഒരു ഹൈ ആൾട്ടിറ്റ്യൂഡ് രംഗത്തോടെയാണ് സിനിമ തുടങ്ങുന്നത്. അതിൻ്റെ ഇടയിൽ ഒരു അപകടത്തിൽ സാഷയുടെ ഹസ്ബൻഡ് മരണപ്പെടുന്നു. തുടർന്ന് വിധവയായ സാഷ ഒരു വൈൽഡ് ജേണിക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ്. ഒരു വനയാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നതിനിടയിൽ നടക്കുന്ന സംഘർഷഭരിതമായ നിമിഷങ്ങളാണ് സിനിമ ചർച്ച ചെയ്യപ്പെടുന്നത്. ഓസ്ട്രേലിയയിലുള്ള ഒരു വനയാത്രയ്ക്ക് ഇടയിൽ ചെക്ക് പോസ്റ്റിൽ വെച്ച് സാഷയോട് പോലീസ് പറയുന്നുണ്ട്, ഒറ്റയ്ക്കുള്ള യാത്ര ഈ റൂട്ടിൽ വളരെ വിചിത്രമാണ്, കാരണം കുറച്ച് അന്ധവിശ്വാസവും റിച്വൽസ് എല്ലാം നടക്കുന്ന ഒരു പ്രദേശമാണ്, അതുകൊണ്ട് സൂക്ഷിച്ച് പോകണമെന്ന് പോലീസ് സാഷയ്ക്ക് ഉപദേശം നൽകുന്നുണ്ട്. അതെല്ലാം നിർവഹിച്ച് സാഷ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നതിനിടയിൽ ബെൻ എന്നുള്ളൊരു യുവാവ് പരിചയപ്പെടുന്നു. ബെൻ എന്നുള്ളൊരു യുവാവ് ഇടിച്ചു കയറി മുട്ടിയാണ് പരിചയപ്പെടുന്നത്. അതിൻ്റെ ഇടയിൽ ബെൻ എന്നുള്ളൊരു കഥാപാത്രം ചെയ്തിരിക്കുന്നത് ടാരോൺ എഗർട്ടൺ ആണ്. നല്ല പെർഫോമൻസ് ആയിരുന്നു. ബെൻ സാഷയോട് ഒരു സൗഹൃദത്തിന് വേണ്ടി സമീപിക്കുന്നു, പക്ഷേ സാഷ അതിന് വിസമ്മതിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ സാഷ യാത്ര തുടരുകയാണ്. അതിൻ്റെ ഇടയിൽ കയാക്കിങ്ങിനിടെ വീണ്ടും ബെന്നുമായിട്ട് മീറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിനിടയിൽ ബെൻ എത്രത്തോളം അപകടകാരിയാണെന്നുള്ളത് സാഷ മനസ്സിലാക്കുന്നു. ബെൻ ഒരു കാനിബാൾ എന്ന് വെച്ചാൽ നരഭോജി എന്നുള്ളൊരു തീം സിനിമയിൽ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഒരു കാറ്റ് ആൻഡ് മൗസ് ഗെയിമാണ് സിനിമ ഉടനീളം വരുന്നത്. വളരെയധികം ത്രില്ലിംഗ് മൊമെൻറ്റ്സും ആയിട്ട് ആക്ഷൻ സീൻസുമായിട്ട് സിനിമ മുന്നോട്ട് പോകുന്നുണ്ട്. മുഴുവനായിട്ടും ഓസ്ട്രേലിയൻ വനാന്തര പ്രദേശങ്ങളിലാണ് സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത്. ഓസ്ട്രേലിയയിലുള്ള കാനിയോൺ എന്ന് വെച്ചാൽ തട്ടായിട്ട് വരുന്ന ഒരു മലനിരകളാണ്. വളരെ സ്റ്റീപ്പായിട്ടുള്ള ഒരു മലനിരകളാണ്. അതിലുള്ള റോക്ക് ക്ലൈമ്പിംഗ് ദൃശ്യങ്ങളെല്ലാം അതിമനോഹരമായിരുന്നു. CGI ആണെങ്കിലും സീന് നമുക്കൊരു അഡ്രിനാലിൻ റഷ് തരുന്നുണ്ട്. ഫൈനലി ഒരു സാഷയും ഈ നരഭോജിയുമായിട്ടുള്ളൊരു സംഘർഷം അതിമനോഹരമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഒരു കയാക്കിങ്ങിനിടെയുള്ള ഒരു സംഘർഷം കാണിക്കുന്നുണ്ട്. അത് വളരെ 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 മികച്ചതായിരുന്നു. ഇഫ് യു ആർ എ സർവൈവൽ ത്രില്ലർ മൂവി ഫാൻ, you will definitely like this movie. If you need to get some adrenaline rush from a movie, you will definitely find from this movie. I will recommend this for you. നിങ്ങളൊരു സർവൈവൽ ത്രില്ലർ മൂവി ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ സിനിമ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ടതാണ്. വളരെ വളരെ മികച്ച ത്രില്ല് തരുന്ന ഒരു മൂവി തന്നെയാണ്. ദയവായി കാണുക, നെറ്റ്ഫ്ലിക്സിലുണ്ട്. ഞാൻ ഈ സിനിമ തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യുന്നതാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.